ാണ് മുന്നണി മാറ്റത്തെ ചൊല്ലി RJDയിൽ തർക്കം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് MV ശ്രേയാംസ്കുമാർ രാജ്യസന്നദ്ധത അറിയിച്ചു. കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. LDF ഇടണമെന്ന ആവശ്യം ജില്ലാ കമ്മിറ്റികൾ ഉന്നയിച്ചു. എന്നാൽ മുൻമന്ത്രി KP മോഹനൻ ഉൾപ്പെടെയുള്ളവർ മുന്നണി മാറ്റത്തെ എതിർത്തു. തർക്കത്തിനിടയിലാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. അബ്ദുൽ സലാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഘടക കക്ഷികളെല്ലാം ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ RJDയുമായി ബന്ധപ്പെട്ട് അത് തർക്കത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ഈ ശ്രേയാംസ്കുമാർ പറയുന്നത്? മുന്നണിയിൽ ഐക്യമില്ല എന്നാണോ? പക്ഷേ പാർട്ടിയിൽ തന്നെ ഐക്യമില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രേയാംസ്കുമാർ രാജിക്ക് സന്നദ്ധ അറിയിച്ചത്. ഇന്ന് ചേർന്ന കോഴിക്കോട് ചേർന്ന RJD സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു രാജ്യസന്നദ്ധ MV ശ്രേയാംസ്കുമാർ അറിയിച്ചത്. ഇതിൽ പ്രധാനമായും നേരത്തെ തന്നെ പുറത്തു വന്ന, അതായത് RJDയിലെ ചില ജില്ലാ കമ്മിറ്റികൾ പുറത്തു വന്ന് തന്നെ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. LDFനുള്ളിൽ CPMലെ ചിലർ തങ്ങളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു, പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ആ രീതിയിൽ LDF വലിയ അവഗണന നേരിടുന്നു. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികൾക്കൊക്കെ തന്നെ INL, കേരള കോൺഗ്രസ് B ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ തങ്ങൾക്കൊരു MLA ഉണ്ടായിരുന്നു, ആ MLAക്ക് മന്ത്രിസ്ഥാനം നൽകാൻ തയ്യാറായില്ല. ആ രീതിയിൽ വലിയ അവഗണന LDFനുള്ളിൽ നേരിടുന്നു എന്നുള്ളത് നേരത്തെ തന്നെ RJD നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് RJDയുടെ സംസ്ഥാന സമിതി യോഗം കോഴിക്കോട് വെച്ച് ചേർന്നത്. ആ യോഗത്തിൽ അതിരൂക്ഷമായ തർക്കമാണ് അംഗങ്ങൾ തമ്മിലുണ്ടായത്. ചില ജില്ലാ കമ്മിറ്റികൾ, അതായത് കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റികൾ ഈ മുന്നണി വിടണമെന്ന അതിശക്തമായ വികാരം ഈ യോഗത്തിൽ ഉന്നയിച്ചു. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് മറുവിഭാഗം, അതായത് മുൻമന്ത്രി KP മോഹനൻ ഉൾപ്പെടെയുള്ള ഈ മുന്നണി മാറ്റത്തെ എതിർക്കുന്ന വിഭാഗം വലിയ രീതിയിലുള്ള നിലപാട് അവരും എടുത്തു. ആ ഒരു തർക്കത്തിനിടയിലാണ് MV ശ്രേയാംസ്കുമാർ തനിക്ക് ഇങ്ങനെ ഐക്യമില്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചുകൊണ്ട് രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ യോഗത്തിന് ശേഷം 3 മണിക്ക് നേതാക്കൾ മാധ്യമങ്ങളെ കാണും. ഒരുപക്ഷെ മുന്നണി മാറ്റത്തെ സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടി ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരിഗണന മുൻനിർത്തി ഇനി മുന്നണി വിടണോ എന്ന കാര്യത്തിലൊരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ആ രീതിയിലൊരു തീരുമാനമായിരിക്കും മുന്നണി മാറ്റം സംബന്ധിച്ച് എടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നേതാക്കൾ 3 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ തർക്കമാണ് ഈ മുന്നണി മാറ്റത്തെ സംബന്ധിച്ചുണ്ടായത്. ഇരു വിഭാഗങ്ങളും, അതായത് ഈ മുന്നണി മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജില്ലാ കമ്മിറ്റികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഈ മറ്റു വിഭാഗം, അതായത് മുന്നണി മാറ്റത്തെ എതിർക്കുന്ന മറുവിഭാഗവും, ഇവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായി, വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയി. ഏതായാലും ഇത് സംബന്ധിച്ച നേരത്തെ വന്നത് RJD പിളർപ്പിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ തന്നെ ചർച്ചയിലുണ്ടായിരുന്നു. ആ രീതിയിലുള്ള തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായത്. ഏതായാലും ഇന്ന് ഒരുപക്ഷെ 3 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ നേതാക്കൾ കുറെ കൂടി വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ചേർന്ന യോഗത്തിൽ അതിരൂക്ഷമായ തർക്കമാണ്, അതിരൂക്ഷമായ വാദങ്ങളാണ് ഇരുവിഭാഗവും മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ വലിയ അവഗണന നേരിടുന്നു എന്നാണല്ലോ RJD ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ RJDക്കുള്ളിലോ അല്ലെങ്കിൽ ഈ മുന്നണിക്കുള്ളിലോ ഒരു തർക്ക പരിഹാര സാധ്യതയൊന്നും ഉണ്ടായില്ലേ? ഒരുപക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെങ്കിൽ പോലും കുറെ കൂടി വ്യക്തമായ തരത്തിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഈ വിഭാഗീയത, പാർട്ടിക്കുള്ളിൽ മുന്നണി വിടണം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിൽ 4 സീറ്റുകളിലാണ് RJD മത്സരിച്ചത്. കോഴിക്കോട് ജില്ലയിലാണ് RJDക്ക് കുറെ കൂടി സോഷ്യലിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള വടകര ഉൾപ്പെടെയുള്ള മേഖല ഉൾപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അവിടെയാണ് കോർപ്പറേഷനിൽ 4 സീറ്റിൽ മത്സരിച്ച് 4 സീറ്റിലും പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. നടക്കാവ് സീറ്റിൽ പരാജയപ്പെട്ടത് അത് CPM കാലുവാരിയതിന് പിന്നാലെയാണ്. അങ്ങനെ ഒരു തോൽവി ഉണ്ടായതെന്ന് കാണിച്ചുകൊണ്ട് 6 പേജ് അടങ്ങിയ ഒരു പരാതി CPM സംസ്ഥാന നേതൃത്വത്തിന് RJD കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി നൽകുകയും ചെയ്തു. അതിൽ CPM നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഇന്ന നേതാക്കളാണ് ഈ രീതിയിലുള്ള തോൽവിക്ക് കാരണമായി, അല്ലെങ്കിൽ ഈ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ ആ രീതിയിലാണ് ഒരു പരാതി പോയത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ മുന്നണി വിടണമെന്നുള്ളത് തന്നെയായിരുന്നു ശക്തമായ വികാരമായി ഈ പ്രവർത്തകർ, ഈ കോഴിക്കോട് നിയോജക മണ്ഡലം നേതാക്കളായാലും ആ രീതിയിൽ വലിയ വികാരം അവർ പങ്കുവെക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ രീതിയിൽ മുന്നണി വിടണമെന്നുള്ളത് തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റികൾ, കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം ജില്ലാ കമ്മിറ്റികളൊക്കെ തന്നെ ഐക്യകണ്ഠേനമായി എടുത്ത തീരുമാനം. ആ തീരുമാനമാണ് ഇന്ന് ചേർന്ന യോഗത്തിലും അവതരിപ്പിച്ചത്. എന്നാൽ ഒരു വിഭാഗത്തിന്, അതായത് മത്സരിക്കാൻ സീറ്റ് ലഭിക്കാനിടയുള്ള നേതാക്കൾ, സാധാരണഗതിയിൽ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾ, അവർക്കൊക്കെ തന്നെ LDFനോടൊപ്പം നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നുള്ളൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. അവർ ആ അഭിപ്രായം പങ്കുവച്ചു. ഏതായാലും ഇരു വിഭാഗങ്ങളും ചേർന്ന് വലിയ തർക്കം തന്നെ, വലിയ രൂക്ഷമായ തർക്കം തന്നെ ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലുണ്ടായി. അതേ തുടർന്നാണ് തനിക്ക് ഇങ്ങനെ ഐക്യമില്ലാതെ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് MV ശ്രേയാംസ്കുമാർ രാജ്യസന്നദ്ധ ഈ കമ്മിറ്റിയിൽ അറിയിച്ചത്.